മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതെയായ വിഷ്ണുജിത്തിനെ കണ്ടെത്തി. ഊട്ടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. വിവാഹത്തിന് 4 നാൾ ബാക്കിയിരിക്കെയാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. വിഷ്ണുജിത്തിന്റെ വീട്ടിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞു ചേരുന്നു. ജംഷീർ, വീട്ടുകാർക്ക് സമാധാനമായോ? തീർച്ചയായിട്ടും കഴിഞ്ഞ 6 ദിവസമായി വിഷ്ണുജിത്ത് എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇല്ലാത്തത് വീട്ടുകാരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഉള്ളത്. കാരണം ഇപ്പോൾ ഊട്ടിയിൽ നിന്ന് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ വിഷ്ണുജിത്തിന്റെ അച്ഛൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നത്. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടിയത്? ഒരു അരമണിക്കൂർ മുമ്പാണ് വിവരം കിട്ടിയത്. അവനെ കിട്ടി, ഊട്ടിയിൽ നിന്ന് ഇങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്ന് അരമണിക്കൂർ മുമ്പ് SP സാർ വിളിച്ച് പറയുമായിരുന്നു. അതായത് ഫോൺ ഓൺ ആയതാണ്. അതെ. അതായത് ഇവന് 4-ാം തീയതി ആണല്ലോ പോയത്. അപ്പം മിസ്സിങ് ആയി എന്ന് അറിഞ്ഞ മുതൽ ഞങ്ങൾ ഫുൾ ടൈം ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുക. രാവിലെ തൊട്ട് ചിലപ്പോൾ രാത്രി 12 മണി വരെ ഓരോ ഇതിലും വിളിച്ചുകൊണ്ട് ഇങ്ങനെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കും. ആ വിളിയിൽ ആണ് ഇന്നലെയാണ് റിങ് ചെയ്തത്. അതായത് അന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വിളിച്ചിരുന്നല്ലോ, അതിനുശേഷം പിന്നെ ഫോൺ ഓഫാണ്. 4-ാം തീയതി ഒരു 8 ലാസ്റ്റ് കോള് 8:15. അത് അവൻ്റെ ചേച്ചിക്ക് 8:15 ലാസ്റ്റ് കോള് വന്ന്. അത് കഴിഞ്ഞ് പിന്നെ 9 മണിക്ക് ശേഷം അങ്ങോട്ട് വിളിച്ചപ്പോൾ പിന്നെ സ്വിച്ച് ഓഫ്. പിന്നെ ഇന്നലെ രാത്രി വിളിക്കുമ്പോഴാണ് 7-8 മണിയുടെ മുമ്പായിട്ട് ആണ് റിങ് ചെയ്തത്. അതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചതായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു വിവാഹം. താൽക്കാലികമായിട്ട് ഇപ്പോൾ അത് മുടങ്ങി. എന്താണ് പോകാനുള്ള കാരണം സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞുള്ള വിവരം നമുക്ക് അറിയുള്ളൂ. അപ്പം അങ്ങനെ ഇവിടെ സുഹൃത്തിൻ്റെ ഇങ്ങനെ താലിമാല വാങ്ങാനുള്ള പൈസ കുറവാണ്, കുറച്ച് ടൈറ്റാണ്. അപ്പോൾ കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള അറിവേ നമുക്കുള്ളൂ, അല്ലാത്ത അറിവില്ല. അവൻ തലേ ദിവസവും പിന്നെ രാവിലെ ഇവിടുന്ന് പോകുമ്പോഴും ഒക്കെ ഫുൾ ഹാപ്പിയിലാണ് നമ്മൾ കണ്ടത്. ഒരു ടെൻഷനുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ട് ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ, താലിയും മാലയും മോതിരം വാങ്ങാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാറുണ്ട്. അപ്പോൾ ഒക്കെ റെഡിയാണെന്ന് അവൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് നമ്മൾ അറിയില്ലായിരുന്നു. അതിവൻ്റെ സുഹൃത്ത് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ നമ്മൾ അറിയില്ലായിരുന്നു. വിവാഹത്തിന് ആളുകളൊക്കെ ക്ഷണിച്ചായിരുന്നു. നമ്മൾ ചെറിയ ഇതിലുള്ള പരിപാടിയായിരുന്നു, വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ആശങ്കയിലായിരുന്നാലും ഇപ്പം ആശ്വാസമായി. ഇനി അവനൊന്നും ഇവിടെ എത്തിക്കിട്ടി എന്താ സംഭവിച്ചെന്നുള്ളതൊന്നും അറിഞ്ഞാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും. അതായത് കുടുംബങ്ങളും അത് തന്നെയാണ് പറയുന്നത്. വലിയ ഒരു ആശങ്കയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി. പ്രധാനമായിട്ടും അവരുടെ വിവാഹം നടക്കേണ്ടത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു, 4-ാം തീയതി ആയിരുന്നു. പക്ഷേ ആ വിവാഹം നടന്നില്ല. മാത്രമല്ല അവനെ കാണാതെയാകുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. എവിടെയാണ് എന്ന് സംബന്ധിച്ച് ആശങ്കയായിരുന്നു കുടുംബങ്ങൾക്ക്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതായിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രത്യേകമായി സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ ഊട്ടിയിൽ നിന്ന് ഓണാകുന്നതും ഫോണിലേക്ക് ഒരു തവണ വിളി വരുന്നതും സുഹൃത്തെടുക്കുന്നതും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തത്. ആ ഫോൺ ഓൺ ആയതാണ് ഇപ്പോൾ നിർണായകമായ ഒരു കാര്യമായി മാറിയത്. കാരണം ഫോൺ ഓൺ ആയതോടുകൂടി ലൊക്കേഷൻ എവിടെയാണെന്ന് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നുള്ള അന്ന് കോയമ്പത്തൂരിലേക്ക് പോയി എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് അവിടെ ചെന്നൊക്കെ കാര്യമായി തന്നെ പരിശോധന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? വിഷ്ണുജിത്ത് ഒറ്റയ്ക്കാണോ ഊട്ടിയിലേക്ക് പോയത്? വിഷ്ണുജിത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? അത് സംബന്ധിച്ച് എന്ത് വിവരമാണ്? സ്വമേധയാ പോയതാണോ വിഷ്ണുജിത്ത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ വിവരങ്ങൾ വരേണ്ടതുണ്ട്. കാരണം അല്പം മുമ്പാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. നമ്മൾ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെടുമ്പോൾ അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യം അദ്ദേഹത്തെ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് അതിനകത്തൊരു കൃത്യം വിവരങ്ങൾ പറയാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് പറയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് തന്നെ ചേരുന്നു. ഇന്നലെ എപ്പോഴാണ് ഫോൺ ഓണായത്? ഇന്നലെ ഒരു 8-8:30 ആയിരുന്ന ആ സമയത്ത്, 8:30 തോന്നുന്നു, നമ്മൾ അനിയത്തി വിളിച്ച് നോക്കുന്ന സമയത്ത് അത് കണക്റ്റ് ആയത്, ഓൺ ആയെന്നുള്ള അറിയുന്ന അപ്പോഴാണ്. അപ്പോൾ അത് ഒരു 2 സെക്കൻഡ് അപ്പോൾ തന്നെ കട്ടായി. അതിന് ശേഷം പിന്നെ നമ്മൾ വിളിച്ച് നോക്കുമ്പോൾ ഫുൾ എൻഗേജ്ഡ് ടോൺ മാത്രമാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ വിളിച്ച് സ്റ്റേഷനിലേക്ക് കാര്യങ്ങൾ അറിയിച്ചു. സ്റ്റേഷനിൽ നിന്ന് അപ്പം തന്നെ അവർ ട്രേസ് ചെയ്തത് കൊണ്ടാണ് തോന്നുന്നത് അത് അപ്പം തന്നെ കൂനൂരാണ് എന്നുള്ള അറിഞ്ഞു, ഊട്ടി ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ളത്. ആ കാര്യം വെച്ചിട്ടായിരിക്കും ഇന്നിപ്പോൾ രാവിലെ തന്നെ അവർ ഊട്ടിയിൽ നിന്ന് ആളെ കണ്ടെത്തുകയും. അവിടെ ആരെങ്കിലും എടുത്തിരുന്നതോ റിങ് ചെയ്യുക മാത്രമാണ് ചെയ്തത്? ഇല്ല, റിങ് ചെയ്യുകയാണ് ചെയ്തത്.
പിന്നീട് എൻഗേജ് ആയി അതോ പിന്നെ എൻഗേജ്ഡ് ആയി പോയി. പിന്നീട് സ്വിച്ച് ഓഫ് ആകുകയായിരുന്നു? പിന്നെ സ്വിച്ച് ഓഫ് ആയി. അതായത് ഇന്നലെ രാത്രി വന്ന ഇവർ നിരന്തരമായി വിഷ്ണുജിത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പോലും. അങ്ങനെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി, ഇന്നലെ രാത്രിയോട് കൂടി ഫോൺ സ്വിച്ച് ഓൺ ആകുന്ന ഒരു സന്ദർഭത്തിൽ സ്വിച്ച് ഓൺ ആകുകയും പിന്നീട് ഫോൺ റിങ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഈ കാര്യം പോലീസിനെ അറിയിക്കുകയും പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഈ ഊട്ടിയിലാണ് ഈ ലൊക്കേഷൻ ഉള്ളതെന്ന് വ്യക്തമാവുകയും ചെയ്തത്. പിന്നീട് പോലീസ് ഇന്ന് രാവിലെ മുതൽ അവിടെ വ്യാപകമായുള്ള തിരച്ചിൽ നടത്തുകയും അങ്ങനെയാണ് ഇപ്പോൾ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തിനു വേണ്ടിയാണ് വിഷ്ണുജിത്ത് പോയത്, വിഷ്ണുജിത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ, മറ്റേതെല്ലാം തരത്തിലാണ് പോയത്, കയ്യിൽ പണം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു, പണം എന്ത് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് ഇനി വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പോലീസും അക്കാര്യമാണ് പറയുന്നത്. കാരണം ഇനിയിപ്പം കണ്ടെത്തിയിട്ടേ ഉള്ളൂ, അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജംഷീർ, ഈ പോലീസ് എന്ത് വിവരമാണ് വീട്ടുകാരോട് പങ്കുവച്ചിരിക്കുന്നത്? ഇന്ന് തന്നെ വിഷ്ണുജിത്തിനെ വീട്ടിലെത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു, ഉടൻ നാട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിലവിൽ ഇപ്പോൾ അല്പം മുമ്പ് പോലീസുകാർ വീട്ടുകാരോട് പറഞ്ഞതായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കണ്ടെത്തിയിരിക്കുന്നു, പരമാവധി ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. നമ്മളോടും അതോടൊപ്പം തന്നെ കുടുംബത്തോടും വ്യക്തമാക്കിയിട്ടില്ല. കുടുംബത്തിന് ആശ്വാസം എന്ന രീതിയിൽ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു, ഊട്ടിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മറ്റു ഭയപ്പാടുകൾ വേണ്ട, ആശ്വാസമായിരിക്കൂ എന്നൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറം പള്ളിപ്പുറത്ത് നിന്നാണ് കാണാതായ വിഷ്ണുജിത്തിനെ മലപ്പുറം പള്ളിപ്പുറത്ത് നിന്നായിരുന്നു വിഷ്ണുജിത്തിനെ കാണാതാകുന്നത്. ഊട്ടിയിൽ നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിവാഹത്തിന് 4 ദിവസം മുൻപാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. വിഷ്ണുജിത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ വലിയ സങ്കടത്തിലായിരുന്നു. അവർക്കിപ്പോൾ ആശ്വാസമാകുന്ന വാർത്തയാണ് പോലീസ് അവരെ അറിയിച്ചിരിക്കുന്നത്. ഊട്ടിയിൽ നിന്ന് മകനെ കണ്ടെത്തി എന്നുള്ള വിവരം കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ജംഷീർ കുടുങ്ങി നൽകിയത്.